First semester BSc degree examination November 2021 complementary statistics paper ആയിട്ടുള്ള introductory statistics എന്ന് പറയുന്ന പേപ്പറിലെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ്, അതായത് ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ DES, Directorate of Economics and Statistics. DES is the center of state statistical system. It is the nodal agency which collects, classify, analyze and interpret the data relating to various sectors of state economy. It is headed by a director who is the technical and administrative head of the department. Apart from DES, there are district statistical officers in various districts headed by deputy directors. The lowest statistical units in the state is the Taluk statistical officers headed by Taluk statistical officers. Artha question, write 5 points to be considered while designing a questionnaire. The instructions for filling up the questionnaire should be provided in the questionnaire itself. Number of questions should be minimum. The questions should be short as possible and should be simple to understand. Questions should be in such a nature that they can be easily answered either in a yes or in a no. Questions should be in a logical order. As far as possible, personal questions should be avoided. The question, calculate the harmonic mean of the observations 1, 1 by 2, 1 by 3 and 1 etc. up to 1 by n. അപ്പോൾ ഇവിടെ ഹാർമോണിക് മീൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർമോണിക് മീൻ കാണാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കാം. വട്ട് ഈസ് ഹാർമോണിക് മീൻ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു റോ ഡാറ്റയാണ്, വാല്യൂസ് മാത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു എൻ. എൻ മീൻസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n 1 by xi. എക്സൈകളാണ് നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ്. അതിൻ്റെ റെസിപ്രോക്കലുകളുടെ സമ്മ് കാണുക. ആ സമ്മിനെ എന്നിനെ ആ സമ്മ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം 1 by എക്സൈകളാണ്. അപ്പോൾ ആദ്യം എക്സൈകൾ എന്താണെന്ന് എഴുതാം. അപ്പോൾ എക്സൈകൾ തന്നിരിക്കുന്നത് 1, 1 by 2, 1 by 3, 1 by 4 അങ്ങനെ പോയിട്ട് 1 by n വരെയാണ് എക്സൈകൾ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അവരുടെ റെസിപ്രോക്കലുകൾ 1 by എക്സൈകൾ കണ്ടുപിടിക്കാം. അപ്പം 1 by എക്സൈകൾ പറഞ്ഞാൽ 1, 1 by 2ൻ്റെ റെസിപ്രോക്കൽ പറഞ്ഞാൽ 2, 1 by 3യുടെ റെസിപ്രോക്കൽ 3 അങ്ങനെ പോയിട്ട് 1 by n-ൻ്റെ റെസിപ്രോക്കൽ n എന്ന് കിട്ടും. അപ്പോൾ 1 by എക്സൈകൾ എന്ന് പറയുന്നത് ഇവിടെ 1, 2, 3 അപ് ടു n ആണ്. നമുക്ക് അവരുടെ സമ്മ് ആണ്. സമ്മേഷൻ 1 by xi എന്ന് പറഞ്ഞാൽ 1 + 2 + 3 + etc. അപ് ടു n ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദിസ് ഇസ് ദ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് n × n + 1 ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ therefore what is harmonic mean? Harmonic mean is equal to n. ഇവിടെ n ഒബ്സർവേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. n ഡിവൈഡഡ് ബൈ സമ്മേഷൻ 1 by xi, that is n × n + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ n-ഉം ക്യാൻസൽ ആയിപ്പോയി അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ n + 1 by 2, or it can be written as 2 divided by n + 1. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് the principle of least squares and explain the fitting of the curve of the form y is equal to ab raised to x to the data x1 y1 x2 y2 etc. xn yn. The principle of least squares states that the sum of squares of errors between the observed values and the expected values should be minimum. അതായത് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പെക്റ്റഡ് വാല്യൂസ്, വൈനുള്ള എക്സ്പെക്റ്റഡ് വാല്യൂസും ഒബ്സേർവ്ഡ് വാല്യൂസും തന്നിരിക്കുന്ന ഒബ്സേർവ്ഡ് വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ ഇറേഴ്സ്, അതിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് മിനിമം ആയിരിക്കണം എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് പറയുന്നത്. അതായത് ഒബ്സേർവ്ഡ് വാല്യൂസ് y1 y2 etc. അപ്പോൾ നമ്മൾ yi-കൾ എന്ന് പറയുന്നു. and expected values are y's, that is a b raised to xi's. അതിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ ഇറേഴ്സ് എന്ന് പറയുന്നത് ei's.
അപ്പം ഇറേഴ്സിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ്, അതായത് സമ്മേഷൻ ഇ ഐ സ്ക്വയർ, അതായത് സമ്മേഷൻ വൈ ഐ മൈനസ് വൈ ഇ ദ ഹോൾ സ്ക്വയർ, ഇത് മിനിമം ആയിരിക്കണം എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് y is equal to a b raised to x എന്ന് പറയുന്ന ഒരു കേവ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റയോട് ഫിറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞാൽ x1 y1 ഇതാണ് നമ്മളെ ഡാറ്റ, x2 y2 എക്സെട്ര xn yn. അപ്പം ഈ ഡാറ്റയ്ക്ക് നമുക്കൊരു കേവിനെ ഫിറ്റ് ചെയ്യണം. ആ ഫിറ്റ് ചെയ്യുന്ന കേവിൻ്റെ ഫോം y is equal to a b raised to x. അപ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ എയുടെയും ബിയുടെയും വാല്യൂ ആണ് ആക്ച്വലി നമുക്കൊരു ന്യൂമറിക്കൽ ഡാറ്റയാണ് തന്നതെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ y is equal to a b raised to x is our curve. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ലോഗരിതം എടുക്കും, ടേക്കിംഗ് ലോഗരിതംസ്. log y is equal to logarithm of a b raised to x, which is equal to logarithm of a b raised to x can be written as log a plus logarithm of b raised to x എന്ന് മാറ്റി എഴുതാം. or log y can be written as log a plus x into log b. ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ log y, log a, log b എന്നൊക്കെ വന്നിട്ടുണ്ട്. അവരെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതായത് പുട്ട് log y is equal to capital Y, അതുകൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുമാതിരി log a is equal to capital A and log b is equal to capital B. ഇങ്ങനെയാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ therefore this is equal to y is equal to capital A plus x into capital B, or it can also be written as y is equal to capital A പ്ലസ് ബി എക്സ് എന്ന രൂപത്തിൽ ഈ ഇക്വേഷനെ നമ്മൾ മാറ്റി എഴുതി. അപ്പോൾ ഇപ്പം വന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ ലീനിയർ ഇക്വേഷൻ. ദിസ് ഇസ് എ ലീനിയർ ഇക്വേഷനാണ് ആൻഡ് ലീനിയർ ഇക്വേഷൻ ഇൻ ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലീനിയർ ഇക്വേഷനെ സോൾവ് ചെയ്ത് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോർമൽ ഇക്വേഷൻസ് എഴുതാം. അപ്പോൾ ദ നോർമൽ ഇക്വേഷൻസ് ഫോർ സോൾവിങ് ദിസ് y is equal to a plus bx എന്നുള്ള നോർമൽ ഇക്വേഷൻസ് ആർ summation capital yi is equal to na plus b into summation small xi. Next equation is summation xi yi is equal to capital A into summation xi plus b into summation xi square. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ട് നോർമൽ ഇക്വേഷൻസ്. ഈ നോർമൽ ഇക്വേഷൻസ് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് വിചാരിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുക. ഇത് എന്ത് ചെയ്യാതാ മതി എഴുതാൻ എളുപ്പത്തിന്. ഫസ്റ്റ് ഇക്വേഷനെ വെറുതെ ഒരു സമ്മേഷൻ കൊടുക്കുമ്പോൾ ആദ്യത്തെ ഇക്വേഷനെ, പിന്നെ ഇതിൽ xi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സമ്മേഷൻ കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഈ രണ്ട് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് നോർമൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടത് സ്മോൾ എയും സ്മോൾ ബിയും ആണ്. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ലോഗ് എ ആണ്. അപ്പോൾ വാട്ട് ഈസ് സ്മോൾ എ? ദെൻ സ്മോൾ എ ഇസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ബി ഇസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് ക്യാപിറ്റൽ ബി. ഇങ്ങനെ സ്മോൾ എയും സ്മോൾ ബിയും കിട്ടിയാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ കേവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ആംഗിൾ ബിറ്റ്വീൻ ടു റിഗ്രഷൻ ലൈൻസ് ഫോർ എക്സ് ആൻഡ് വൈ. ഇപ്പോൾ രണ്ട് റിഗ്രഷൻ ലൈനുകളുണ്ട്, അതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു റിഗ്രഷൻ ലൈന് നമുക്ക് വൈ ഓൺ എക്സും ഉണ്ട്, മറ്റൊന്നിന് നമുക്ക് എന്ത് പറയാം എക്സ് ഓൺ വൈ എന്നും പറയും. അപ്പോൾ ഇങ്ങനെ രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് നമുക്ക് കയ്യിലുണ്ട്. ഒന്ന് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്നും മറ്റൊന്നിനെ നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്നും പറയും അല്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ, ഇവരുടെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇവരുടെ ഇടയിലുള്ള എക്യൂട്ട് ആംഗിളായിട്ടുള്ള തീറ്റയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് ദ ആംഗിൾ ബിറ്റ്വീൻ
ടു റിഗ്രഷൻ ലൈൻസ് അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ എനി ടു സ്ട്രെയിറ്റ് ലൈൻസ് അതിനുള്ള എക്സ്പ്രഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇഫ് തീറ്റ ഇസ് ദ ആംഗിൾ ദെൻ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. ഇതാണ് രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ, ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇവിടെ m1ഉം m2ഉം ആ രണ്ട് ലൈനുകളുടെ സ്ലോപ്പുകളാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് വെച്ചാൽ നമ്മൾ രണ്ട് ലൈനുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് റിഗ്രഷൻ ലൈനുകളാണ്. അപ്പോൾ അവരുടെ ഇക്വേഷൻസ് എന്താ നോക്കാം. അപ്പോൾ നമ്മൾ റിഗ്രഷൻ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് y ഓൺ എക്സ് ആണ് അല്ലേ. അപ്പോൾ y ഓൺ എക്സിനുള്ള ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് y മൈനസ് y ബാർ ഇസ് ഈക്വൽ ടു byx ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇതാണ് നമ്മൾ y ഓൺ എക്സിനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇതിൻ്റെ സ്ലോപ്പിനെ നമുക്ക് m1 എന്ന് കൊടുക്കാം. സ്ലോപ്പ് ഓഫ് ദിസ് റിഗ്രഷൻ ലൈൻ ഇസ് ഈക്വൽ ടു b/x. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു mx പ്ലസ് c എന്ന ഫോമിൽ എഴുതുകയാണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ആളെയാണ് നമ്മൾ എന്താ പറയുന്നത്, അയാളുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ അടുത്ത റിഗ്രഷൻ ഇക്വേഷൻ എഴുതുകയാണ്. ദറ്റ് ഈസ് എക്സ് ഓൺ വൈ. എക്സ് ഓൺ വൈ, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ഇസ് എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു bxy ഇൻറ്റു y മൈനസ് y ബാർ. ഇതാണ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പം ഇവിടെ നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ m2. ഇപ്പം നമ്മൾ അറിയാം y ഇസ് ഈക്വൽ ടു mx പ്ലസ് c എന്ന് എഴുതുകയാണെങ്കിൽ m ആണ് സ്ലോപ്പ്. അപ്പോൾ ഇതിന് നമ്മൾ തിരിച്ചെഴുതേണ്ടി വരും. y മൈനസ് y ബാർ ഇസ് ഈക്വൽ ടു 1/bxy ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു 1/bxy. അപ്പം രണ്ട് റിഗ്രഷൻ ലൈനിൽ y ഓൺ എക്സിൻ്റെ സ്ലോപ്പ് byxും എക്സ് ഓൺ വൈയുടെ സ്ലോപ്പ് 1/bxyയുമാണ്. അപ്പം ഇങ്ങനെ രണ്ട് ലൈനുകളുടെ സ്ലോപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദെർഫോർ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു റിഗ്രഷൻ ലൈൻസ്, അതിൻ്റെ തീറ്റയാണ് ആംഗിളെങ്കിൽ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു m2 മൈനസ് m1. m2 ഇസ് 1/bxy മൈനസ് m1 ഇസ് b/x divided by 1 plus m1 m2, that is by/x divided by bxy എന്ന് കിട്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിൽ വരുന്നത് 1 ഡിവൈഡഡ് ബൈ by/x ഇൻറ്റു bxy ഹോൾ ഡിവൈഡഡ് ബൈ bxy എന്ന് കിട്ടി അല്ലേ. ഡിവൈഡഡ് ബൈ താഴെ വരുമ്പോൾ ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് bxy പ്ലസ് by/x ഹോൾ ഡിവൈഡഡ് ബൈ bxy. ഇങ്ങനെയുള്ളൊരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പം ഈ ഡിനോമിനേറ്റർ bxy നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് വരുന്നത് എന്താ നോക്കാം. ദെർഫോർ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് byx ഇൻറ്റു bxy ഡിവൈഡഡ് ബൈ bxy പ്ലസ് b/x. ഇങ്ങനെയാണ് നമുക്ക് എക്സ്പ്രഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ടാൻ തീറ്റ എഴുതാൻ പോകുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ആറിൻ്റെയും സിഗ്മ എക്സ് ആൻഡ് സിഗ്മ വൈ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈൻ്റെ ടേംസിലാണ്. അപ്പോൾ നമുക്കറിയുന്ന ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ b/x ഇൻറ്റു bxy പ്രോഡക്റ്റ് ഓഫ് ടു റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് is equal to r square. r is the correlation coefficient. ഇവർ ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ by/x will be equal to r into sigma y by sigma x and bxy is equal to r into sigma x by sigma y. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. therefore tan theta is equal to 1 minus r square divided by bxy എന്ന് പറഞ്ഞാൽ r ഇൻറ്റു സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ പ്ലസ് ഇത് by/x is r ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്, ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1/r സ്ക്വയർ ബൈ, ഇതിൽ രണ്ടിലും r കോമൺ ഫാക്ടറാണ് അല്ലേ. അപ്പോൾ ആറിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ പ്ലസ് സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. എഗെയിൻ ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്.
sigma x square plus sigma y square divided by sigma x sigma y എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം ഓർ ഇങ്ങനെ നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം. ഓർ tan തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ഇവിടെ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈയിലെ മുകളിലേക്ക് കൊണ്ടുപോവുക ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ വൈ സ്ക്വയർ എന്ന് എഴുതും. ഓർ തീറ്റ ദ ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു tan inverse of this quantity, that is 1 minus r square divided by r into sigma x sigma y divided by sigma x square plus sigma y square. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു റിഗ്രഷൻ ലൈൻസിനുള്ള ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഫോർ 12 observations on the variables x and y given summation x is equal to 48, summation y is equal to 60, summation x square is equal to 288, summation y square is equal to 512 and summation xy is equal to 384. Calculate Pearson's coefficient of correlation between x and y. Carl Pearson's coefficient of correlation is a mathematical method for studying correlation. It is a real number lying between -1 and +1 which tells us the degree or strength of the relationship between two variables. It is denoted by the letter R or Rxy. The formula for Carl Pearson's coefficient of correlation is given by R is equal to covariance of xy divided by root of variance of x into root of variance of y. Or on simplification, the formula can also be written as n into summation xy minus summation x summation y divided by root of n into summation x square minus summation x the whole square into root of n into summation y square minus summation y the whole square. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് r is equal to formula n into summation xy, that is n is 12 into summation xy is 384 minus summation x into summation y, that is 48 into 60 divided by root of n into summation x square, 12 into summation x square is 288 minus summation x the whole square, that is 48 square into root of n into summation y square, n into 12 into 512 minus summation y the whole square 60 square. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, show that last pairs and purchase index numbers are not satisfying the factor reversal test of index numbers. അപ്പോൾ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് ഒരു ഇൻഡെക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഒറിജിനൽ ഫോർമുല എടുക്കുക, അതിൽ 100 എന്ന് പറയുന്ന ഫാക്ടറിനെ ഒഴിവാക്കുക, അത് കിട്ടുന്നതാണ് P01. അപ്പോൾ നമ്മൾ ഒറിജിനൽ ഫോർമുല ഓഫ് ദ ഇൻഡെക്സ് നമ്പർ ബൈ അവോയ്ഡിങ് ഇൻറ്റു 100 ഫാക്ടർ ഇൻറ്റു Q01 എന്ന് പറഞ്ഞാൽ ഫാക്ടറുകളെ റിവേഴ്സ് ചെയ്യുക. P വന്നവിടെ Q എഴുതുകയും Q വന്നവിടെ P എഴുതുകയും ചെയ്യും ഈ ഫോർമുലയിൽ. അങ്ങനെ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്താൽ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ഷുഡ് ബി ഈക്വൽ ടു സമ്മേഷൻ P1 Q1 ഡിവൈഡഡ് ബൈ സമ്മേഷൻ P0 Q0. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഇൻഡെക്സ് നമ്പർ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന്, അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ലാസ്റ്റ് പിയേഴ്സ് ഇൻഡെക്സ് നമ്പറിൻ്റെ കേസാണ് നോക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് പിയേഴ്സ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോർമുല ആദ്യം നോക്കാം. അപ്പോൾ ലാസ്റ്റ് പിയേഴ്സ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോർമുല L is equal to summation Q0 P1 divided by summation Q0 P0 into 100 എന്നാണ്. അപ്പോൾ നമ്മളിവിടെ P01 ആയിട്ട് എടുക്കുമ്പോൾ ഈ ഇൻറ്റു 100 എന്ന് പറഞ്ഞ ഫാക്ടറിനെ ഒഴിവാക്കിയിട്ട് എടുക്കാം. അപ്പോൾ വാട്ട് ഇസ് P01? P01 is equal to summation Q0 P1 divided by summation Q0 P0. ഇതാണ് P01
ഫോർ ലാസ്റ്റ് പെയേഴ്സ് ഇൻഡെക്സ് നമ്പർ. ഇനി നമ്മൾ Q01 എഴുതുകയാണ്. Q01 ഇസ് ഈക്വൽ ടു ഇതിൽ Pനെയും Qനെയും മാറ്റി എഴുതുക. അതായത് P വന്ന സ്ഥാനത്ത് Qവും Q വന്ന സ്ഥാനത്ത് Pയും എഴുതിയാൽ സമ്മേഷൻ P0 Q1 ഡിവൈഡഡ് ബൈ സമ്മേഷൻ P0 Q0 എന്ന് വന്നു. Now we'll consider what is P01 into Q01. That is equal to summation Q0 P0 divided by summation Q0 P1 Q0 P0 denominator into ഇത് summation P0 Q1 divided by summation P0 Q0. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനൊന്നും ഒരു ടേമും ഇല്ല. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? സമ്മേഷൻ P1 Q1 ഡിവൈഡഡ് ബൈ സമ്മേഷൻ P0 Q0 എന്ന് കിട്ടില്ല. Therefore, last peier's index number does not satisfy factor reversal test. Similarly, നമുക്ക് പാർട്സ് ഇൻഡെക്സ് നമ്പർ നോക്കാം. അപ്പോൾ പാർട്സ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ സമ്മേഷൻ Q1 P1 ഡിവൈഡഡ് ബൈ സമ്മേഷൻ Q1 P0 ഇൻറ്റു 100 എന്നാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ P01 വരിക എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഫാക്ടറിനെ ഒഴിവാക്കുക. അപ്പോൾ സമ്മേഷൻ Q1 P1 ഡിവൈഡഡ് ബൈ സമ്മേഷൻ Q1 P0. ആൻഡ് വാട്ട് ഇസ് Q01? ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ Pനെയും Qൻ്റെയും ഫാക്ടറികളെ നമ്മൾ റിവേഴ്സ് ചെയ്യാണ്. സമ്മേഷൻ P1 Q1 ഡിവൈഡഡ് ബൈ സമ്മേഷൻ P1 Q0. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ P01 ഇൻറ്റു Q01 എന്ന് ചെയ്താൽ ഈ രണ്ട് ടേമുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല? സമ്മേഷൻ P1 Q1 ബൈ സമ്മേഷൻ P0 Q0 എന്ന് കിട്ടില്ല. കാരണം ഒന്നും ക്യാൻസൽ ചെയ്ത് പോകാനൊന്നുമില്ല. Therefore, പാർട്സ് ഇൻഡെക്സ് നമ്പർ ഓൾസോ ഡസ് നോട്ട് സാറ്റിസ്ഫൈ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് എന്ന് നമുക്ക് പറയാം.